ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളങ്ങനെ ഗോവയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് കുറേ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഷൂട്ടൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ പഞ്ചിമിനടുത്തുള്ള മിരാമാർ എന്നുള്ള ബീച്ചിലേക്ക് പോകുന്ന വഴി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്രൗഡല്ല, അധികം ഒന്നും അത് കാണാനില്ല. ഒരു ചെറിയ കടൽ തീരത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കായലും കടലും കയറി കിടക്കുന്ന ഒരു ഫീല്. പക്ഷേ അപ്പോൾ ഞങ്ങൾ കറങ്ങി വേറെ അതിലും രസമുള്ളൊരു ബ്യൂട്ടി വല്ലതും കാണുമെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ട് കണ്ടെത്തി. അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലാണ് ഉള്ളത്. അവിടെ ഞാൻ ആദ്യത്തെ ഷോട്ട് നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണേ നൈസ് വ്യൂ അല്ലേ? അപ്പോൾ അത് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ എടുത്ത് നേരെ ഓടിപ്പോയി കാറിൽ നിന്ന് നേരെ വന്നിറങ്ങിയപ്പോൾ എന്താ ബ്യൂട്ടി, രസമല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വണ്ടി നിർത്തിയത് വെറുതെ ആയില്ല. അപ്പം അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി നമ്മളിങ്ങനെ പതിയെ അടുത്ത കാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ കണ്ണോടിച്ചപ്പോൾ ഒരു സ്പീഡ് ലോഞ്ച് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വരാം, ഇവിടെ കുറച്ച് നേരം നിർത്തിയിടും, നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാം. അതാണ് ഇവിടുത്തെ സിസ്റ്റം, വാടകയ്ക്ക് എടുക്കുന്നതാണ്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളൊരു സാധനം കണ്ടു, ഒരു ഫിഷിംഗ് ബോട്ടും തൊട്ടപ്പുറത്തൊരു സ്പീഡ് ലോഞ്ചും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ദൃശ്യമായില്ലേ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഒരു ഫിഷിങ്ങിന് ഒരാൾ പോകുന്ന കണ്ടത്. അകലെ കണ്ട നടുക്ക് ഒരാളിങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതെങ്ങനെ നോക്കണത്. എന്നാലും എൻ്റെ വച്ചു കണ്ണ് ഇതെങ്ങനെ ഇങ്ങനെ തള്ളിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്താ രസം! മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എനിക്ക് സമ്മാനിച്ചത്. ഇതൊരു ഒഫീഷ്യൽ പേരിട്ട് വിളിക്കുന്ന ബീച്ചൊന്നുമല്ല, പക്ഷേ മിരാമാർ ബീച്ച് എത്തുന്നതിന് മുമ്പുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ഇടയിലൂടെ ആളുകൾ നടക്കാൻ വരുന്നൊരു വഴിയാണ്. ലോക്കൽസാണ് ഏറ്റവും കൂടുതലൂടെ വരിക, ടൂറിസ്റ്റുകൾ ഇവിടെ കുറവാണ്, അതാണ് വലിയ ക്രൗഡൊന്നും കാണാത്തത്. ഇനി ഞാനിവിടെ നിന്ന് ഒരു ആംബിയൻസ് ഒരു സംഭവം കാണിച്ചിട്ടെ. ഇതാ കണ്ടോ, ഇത് നമ്മുടെ കാസിനോ ഷിപ്പാണ്. നമ്മളതിലേക്ക് മിക്കവാറും ഒന്ന് കയറും സമയമുണ്ടെങ്കിൽ, എന്നല്ലെങ്കിൽ നാളെ എന്തായാലും കയറും. അപ്പോഴേക്കും നമ്മളിത് ഇവിടെ സൗണ്ട് ആയിട്ട് നമ്മളിതിങ്ങനെ തിരിഞ്ഞങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇതവിടെ മനസ്സിലാവണത്. ഇതിൽ കൂടെ ഒരുത്തൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ചുമ്മാ നമ്മൾ ഒരു ബോട്ട് ഒരു കായലിൽ കൂടെ കടലിൽ കൂടെ പോകുന്നെന്നുള്ളതല്ല, അതാ അവിടുത്തെ ആ ലൈറ്റ് വീഴുമ്പോൾ ഉള്ള ബ്യൂട്ടി ഇല്ലേ, ആ ബ്യൂട്ടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ, മനസ്സിങ്ങനെ വേണ്ട മനസ്സിങ്ങനെ നമ്മളെ ഏതോ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോകും നമ്മളെയാ മാന്തുരുത്തിൽ മാൻചുവട്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദങ്ങറ്റത്ത് നമ്മൾ ആ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് രണ്ട് പിള്ളേർ ബോട്ടൊക്കെ തുഴഞ്ഞ് ഇതിങ്ങനെ വരണം. വഞ്ചി തുഴഞ്ഞ് വരുന്നതാണ്.
ഇപ്പോൾ വേറെ ബ്യൂട്ടി വരും കേട്ടോ. ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈ 3 അലൈൻമെൻറ്റ് ഇട്ടേക്കണം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഭീകരൻ ആയ നമ്മുടെ ആ ബോട്ടിൻ്റെ ഒരു എൻട്രി ഇപ്പോൾ അതിലൂടെ വരും. നമ്മുടെ അസിച്ചാണ് ഇരിക്കുന്നത് എൻട്രി വരാൻ വേണ്ടി. ടടങ് ടടങ് ഡിങ് ടങ് ടടിങ് ടങ് ടടിങ് ടങ്. ആ എൻട്രി വരും മെയിനുണ്ട്. ഇതൊക്കെയാണ് ഗോവയുടെ ഒരു ബീച്ചിലെ ദൃശ്യങ്ങൾ. ഇനിയും നമുക്ക് പറയാനുണ്ട് കുറേ ദൃശ്യങ്ങളായിട്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഒന്ന് അവിടെ നിന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. हाय नाम क्या है? यहाँ क्या है? लोकल है? कौन है? अच्छा, आप कहाँ से हो? केरला. मलयाली हो? मलयाली. तमिल आई नो तमिल. തമിഴ് தெரியுமா? தெரியும் சரி, எந்த ஊர்? வடபழனி சென்னை. வடபழனியில் எங்கே இருக்கு? வடபழனி வெங்கடேஸ்வர் நகர். வெங்கடேஸ்வர் நகர்னா குமரன் கோயில் கிட்டயா? ஆமாம் ஆமாம் ஆமாம். முருகன் கோயில் ஆப்போசிட் இருக்கு. முருகன் கோயில் ஆப்போசிட்லையா? ஏஆர் ரஹ்மான் வீட்டு பின்னாடி என்ன தெரியும், வந்திருக்கேன் நிறைய வாட்டி சென்னையில். ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഇറങ്ങി, നമ്മൾ ഗോവനാണെന്ന് വെച്ചു. അവൾ ആന്ന് പറഞ്ഞു. എന്നെ നമ്മൾ പുള്ളിക്കാരനല്ല, പുള്ളിക്കാരൻ തമിഴാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഒരു മുരുകൻ കോയിൽ സ്ട്രീറ്റ് അതൊക്കെ രസമുള്ള സ്ഥലങ്ങളാണ്. അവിടേക്കൊക്കെ നമ്മൾക്കൊന്ന് ട്രാവൽ ചെയ്യാനുണ്ട് പതിയെ കുറച്ചൊന്ന് കഴിയട്ടെ. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടേ. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, നൈസാണ്. അപ്പോൾ നമ്മൾ ഒരു ഫിഷിംഗ് ബോട്ടുണ്ട്. ആ ഫിഷിംഗ് ബോട്ടിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ചലിക്കുമ്പോൾ നമ്മളിവിടുത്തെ കടലിൻ്റെ വശ്യത കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യും. സോ നമ്മളവിടെ ഇരുന്ന സ്ഥലം അതായിരുന്നു. അപ്പോൾ ആ സ്ഥലം ലൈറ്റ് വീഴുമ്പോൾ സ്റ്റിൽ ഔട്ടായി. ഒരു ഭംഗിയുള്ള രസമുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ക്രിയേറ്റായി. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം ഇടയിൽ കണ്ട ബോട്ട് അതങ്ങനെ തന്നെ വലിയ ഇതൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ നമ്മൾ അലൈൻമെൻറ്റ് മാറി. ഇവിടെ നമ്മൾ ആദ്യം റൈറ്റിലായിരുന്നു അലൈൻമെൻറ്റ്, ഇപ്പോൾ ലെഫ്റ്റിലായി. പക്ഷെ ഭംഗിയായി അല്ലേ? ഇതല്ല രസം കാണാനായിട്ട് കുറച്ചും കൂടി. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവനാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. ഇത് ലെഫ്റ്റിൽ നമ്മൾ ആ ലൈറ്റ് ഹൗസിൻ്റെ ഇത് കാണും. ആ കരയിലേക്കുള്ള അലൈൻമെൻറ്റ് വന്നു. ഇനി ഒരു കോമഡി കാണിച്ചേട്ടെ. കോമഡി അല്ല, മനോഹരം. എങ്ങനെയുണ്ട്? നൈസല്ലേ? ബ്യൂട്ടി അല്ലേ? ഇതാണ് വശ്യത, പ്രകൃതിയുടെ വശ്യത. പ്രകൃതി നമ്മളെ മാടി വിളിക്കും. ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട്. മലയാളിയല്ലേ? ഓക്കെ. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഹായ് പറഞ്ഞത്. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടുമുട്ടിയതാണ്. ഓക്കെ ബൈ. അപ്പോൾ നമ്മളിവിടെ വന്നു. ചെന്നൈയിൽ നിന്ന് ഒരു ടീമിനെ കണ്ടു, കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഒരു നല്ല ക്ലൈമാക്സിനുള്ളൊരു സാധനം കിട്ടിയല്ലേ? എനിവേ, നമ്മളിപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ മനോഹരമായ ദൃശ്യങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് നമ്മൾ വിടമേടിക്കുന്നു. വീണ്ടും പുത്തൻ ഡെസ്റ്റിനേഷനുമായി നമ്മൾ വീണ്ടും വരും. ഓക്കെ, ബൈ.